പോലീസ് കെട്ടിയിരുന്ന വടം കഴുത്തി കുരുങ്ങിയിട്ട് മനോജ് ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഒരാള് മരിച്ചു. സൂക്ഷിച്ചൊക്കെ പോയിട്ട് വരണേ, ഇങ്ങനെ ഒരു ഡയലോഗ് പറയാറുണ്ട്. ആ ബുദ്ധിയാണ് വേണ്ടത്. എത്ര റോഡുകളാണ് ഇങ്ങനെ വടം ഉപയോഗിച്ച് എന്താ പറയാ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പോലീസിനെ കണ്ടപ്പോ ഉള്ള പെട്ടെന്ന് അവിടെ നിന്ന് പോവാൻ വേണ്ടിയുള്ള ഒരു കൈൻഡ് ഓഫ് റഷ്. സ്പീഡിൽ പോയില്ലെങ്കിൽ നമുക്ക് ആക്സിഡന്റ് ഉണ്ടാവും, ലോയിൽ പോയാൽ ആക്സിഡന്റ് ഉണ്ടാവും. നമ്മുടെ സിനിമയിൽ പൃഥ്വിരാജ് പറയുന്ന ഒരു ഡയലോഗ് നമുക്ക് എത്രയോ എക്സാമ്പിൾസ് ഉണ്ട്. പോലീസിനെ കണ്ട് പേടിച്ച് ആക്സിഡന്റ് ആയി മരിച്ചു, അല്ലെങ്കിൽ അവിടെ തട്ടി മരിച്ചു എന്നുള്ള രീതിയിൽ. ആ പേടി ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? എത്ര സ്ലോയിലാണ് വന്നേന്ന് ഫീൽ ചെയ്യുന്നില്ല. സൈക്കിളിൽ വരുമ്പോ ഒരു ആക്സിഡന്റ് ഇല്ല. പുള്ളി റേസ് ഞാൻ പാർട്ടിക്കാരനാണ്, അതാണ് മറ്റാണ് മറിച്ചാണ്. അപ്പൊ തന്നെ അവിടെ നിന്ന് കോൾ വന്നു. അപ്പം ഈ പറയുന്ന 3 മാസം കഴിഞ്ഞിട്ടുള്ള PIക്ക് ആയുഷ്കാലം അവന് പെൻഷൻ കിട്ടും. ഇപ്പം IAS അല്ലെങ്കിൽ IPS ജോലികൾക്ക് എത്ര മാത്രം ട്രെയിനിങ്, എത്ര രീതിയിലുള്ള ഇന്റർവ്യൂസ് കഴിഞ്ഞിട്ടാണ് അവരെ കയറ്റുന്നത്. അവര് ബാക്കിൽ റിഫ്ലക്ടർ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ വെക്കാറുണ്ട്. വെൽ എഡ്യൂക്കേറ്റഡ് ആയപ്പോൾ അതുപോലും കാണാപ്പാടം പഠിച്ചു പോയാണ്. ഇമോഷണൽ ഇന്റലിജൻസ്, നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം. നമ്മളെ സുരക്ഷിതമാക്കാനല്ല എന്നുള്ളത് നമുക്ക് 50% നമുക്കറിയാം. ഗവൺമെന്റിന് ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അതൊന്നും പറയില്ല, നീ കള്ളം പറയാണ്, അതൊന്നും കാണിച്ചപ്പോൾ നീ ഒറിജിനൽ സാധനം കാണിക്കാൻ പോകും. ഗതികേട് കൊണ്ട് കൊടുത്തിറങ്ങുന്നവരാണ് ഇവിടെ. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആകാറുണ്ട്. ഒരു ഊഹം വെച്ചിട്ടാണ് നമ്മൾ ഓടിക്കുന്നത്. കോവിഡിന് മുമ്പ് നമ്മളൊരു മരണം എന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പാക്ട്, വരുന്ന ആൾക്കാർ വണ്ടി സ്ലോ ചെയ്യും എന്നുള്ളതാണ്. ഡെയിലി പോകുന്ന ഒരു സ്ഥലം, ഞാനിപ്പം അയാളുടെ ഓവർ സ്പീഡോ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ആക്ട് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന റിസ്കുകൾ ഉണ്ടാവാം. ഇതൊക്കെ പഠിക്കും. അവര് പബ്ലിക്കുമായിട്ട് ഡീല് ചെയ്യുന്ന വിധം അപ്പം നമ്മുടെ ഇല്ലാത്തത് അവർക്ക് കാണണം. 500 ക്രിമിനൽ കേസ് കണ്ടിട്ടുണ്ടല്ലോ. ഈ ക്രിമിനൽ കേസിന്റെ പ്രതികളെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു, അതൊരു ടാർഗറ്റ് ആയിട്ട് കൊടുക്കും. അന്നായിരുന്നു ഞാൻ ആദ്യമായും അവസാനമായിട്ടും ക്രൗഡിന്റെ ഇടയിലിട്ട് ധൈര്യമായിട്ട് ഇറങ്ങിയിട്ടുള്ള ദിവസം. തെറി വിളിച്ചിട്ടൊക്കെ കടകളൊക്കെ അടപ്പിക്കുന്ന അവരുടെ ജീവിതമാർഗമാണ്. അല്ല, ഈ കണാപ്പന്മാര് ലാത്തി ഉപയോഗിച്ച് മുമ്പിലോട്ട് വന്നു. മനോജ് ഉണ്ണി തൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് കൊച്ചിയിൽ ഈയൊരു ഒരു സംഭവം ഉണ്ടായി. പോലീസ് കെട്ടിയിരുന്ന വടം കഴുത്തി കുരുങ്ങിയിട്ട് മോദി വരുന്നതിൻ്റെ ബേസിൽ കുറച്ച് റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്യുമല്ലോ. അപ്പോൾ പോലീസ് ഉപയോഗിച്ച മാർഗം എന്ന് പറയുന്നത് വടം കെട്ടിയിട്ട് ആളുകളെ തടയുക, അല്ലെങ്കിൽ വണ്ടി അങ്ങോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തടയുക എന്നുള്ളതാണ്. ആ വടം കുരുങ്ങിയിട്ട് മനോജ് ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരാൾ മരിച്ചു. ആരുടെ അനാസ്ഥയാണത്? അനാസ്ഥ ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പം നമ്മളെ ജനഗണമന സിനിമയിൽ പൃഥ്വിരാജ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഗാന്ധിയെ കൊന്നാലും 2 അഭിപ്രായമുള്ള നാടാണ് എന്നൊരു സംഭവം. അപ്പം അനാസ്ഥ ഇപ്പൊ ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് 2 പെർസ്പെക്റ്റീവ് ഒന്നും പറയേണ്ടി വരും. ഇപ്പം പുള്ളിക്കാരൻ മരിച്ചു പോയ സ്ഥിതിക്ക് ഇപ്പം പൊതുവെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് പുള്ളിക്കാരനെ കുറിച്ച് മോശമായി പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയണമല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ നമ്മൾ കണ്ടതാണ്. ആ വീഡിയോ വെച്ച് നോക്കുന്ന സമയത്ത് പുള്ളി അത്ര സ്ലോയിലാണ് വന്നതെന്ന് ഫീൽ ചെയ്യുന്നില്ല. മാത്രമല്ല എന്താണ് ഇപ്പം പോലീസിന്റെ ഇത് വെച്ചിട്ട് പുള്ളിയുടെ കയ്യിൽ ഇപ്പം ലൈസൻസ് ഒന്നും അവൈലബിൾ അല്ല. ഇപ്പൊ ലൈസൻസിന്റെ കാര്യം ഉണ്ടെങ്കിലും ഇല്ല, അത് 2ാമത്തെ കേസാണ്. പക്ഷെ എന്നിരുന്നാലും അവിടെ ആ പോലീസിനെ കണ്ടപ്പോൾ ഉള്ള പെട്ടെന്ന് അവിടെ നിന്ന് പോവാൻ വേണ്ടിയുള്ള ഒരു കൈൻഡ് ഓഫ് റഷ് അവിടെ ഉണ്ടായിരുന്നു. ആ റഷ് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ഈ പറയുന്ന വടം കാണാൻ പറ്റാതിരുന്നതിനുള്ള ഒരു റീസൺ. പിന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥ ഉണ്ടായെന്ന് ചോദിച്ചാൽ അവിടെയും ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണ്. ഇപ്പം നമ്മളിപ്പോൾ എന്താ പറയാ, വിഷൻ എന്ന് പറയുന്ന ഒരു വലിയ അത്യാവശ്യമുള്ള സംഭവമാണ് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് രാത്രി. അപ്പോൾ ഇപ്പൊ നമുക്കറിയാം, ഒരു ആനയെ കൊണ്ടുപോയാൽ പോലും അല്ലെങ്കിൽ ഒരു ലോറി മറ്റു കാര്യങ്ങളൊക്കെ പോകുമ്പോഴേക്കാരും ബാക്കിൽ റിഫ്ലക്ടർ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ വെക്കാറുണ്ട്. അപ്പൊ അതുപോലെ റിഫ്ലക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം ആ കയറിൽ വെക്കേണ്ടിയിരുന്നതായിരുന്നു എന്നത് സത്യസന്ധമായിട്ടുള്ള സംഭവമാണ്. പക്ഷെ ഞാൻ പറയും, എല്ലാം ഇപ്പൊ നമ്മുടെ കേരള പോലീസ് എന്നല്ല, ഒരുവിധപ്പെട്ട എല്ലാ എന്താ പറയാ കാര്യങ്ങളിലും നടക്കുന്ന ഒരു സംഭവമാണ് എക്സ്പെഷ്യലി പോലീസുമായി ബന്ധപ്പെട്ട്. അതായത് എന്തും ഒരു വട്ടം ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കി ഇനി നോക്കിക്കോളൂ, ഇനി നാളെ ഒരു പക്ഷേ ഇങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ ഇതിനെയും കൂടെ കോമ്പൻസേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് എടുക്കും. പക്ഷെ എപ്പോഴും ഉള്ള ഈ റിയാക്റ്റീവ് അപ്രോച്ചിൽ നിന്നും മാറി ഒരു പ്രൊആക്റ്റീവ് അപ്രോച്ച് എടുക്കാനോ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചിട്ട് അതിന് നമുക്ക് വെൽ എഡ്യൂക്കേറ്റഡ് ആയ പോരാ.
അതിനൊരു എന്താ ഒരു നമ്മൾ പറയുമ്പോൾ കോമൺ സെൻസ് എന്ന് പറയും, പക്ഷെ അതൊരു വലിയൊരു ഘടകമാണ്. നമ്മളിപ്പം ഒരു ഒരു ജോലിക്കും എനിക്ക് തോന്നുന്നില്ല ഒരു ജോലിക്കും ഇപ്പം എനിക്ക് തോന്നുന്നു PSC-ലൊക്കെ ഈ പറയുന്ന രീതിയിൽ എന്താ ഒരുപാട് ജയിച്ചാൽ മതി. അല്ല ഇപ്പൊ PSC ഒക്കെ എഴുതുന്ന സമയത്തായാലും നമ്മുടെ കോമൺ സെൻസ് അളക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ചോദ്യോത്തരങ്ങൾ അതിലുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാർ PSC കോച്ചിങ്ങിലൊക്കെ പോയി അതുപോലും കാണാപ്പാടം പഠിച്ചു പോയാണ് എഴുതുന്നത്, ക്രാക്ക് ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി ഈ പറയുന്ന രീതിയിൽ ഒരു മനുഷ്യനൊരു ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ക്രൗഡ് മാനേജ്മെന്റ്, ഡയറക്റ്റ് ക്ലയന്റുമായിട്ട് ഇടപെടുന്ന രീതിയിലുള്ള ജോലികൾ, ഇപ്പൊ ഒരു വാക്കൻ സപ്പോർട്ടൊക്കെ ആണെങ്കിൽ വീണ്ടും നമുക്ക് കോമ്പൻസേറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നഷ്ടം അത് വളരെ തുച്ഛമായിരിക്കും. പക്ഷെ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ക്ലയന്റുമായി, അതായത് അപ്പം പോലീസുകാരുടെ ക്ലയന്റ് എന്ന് പറയുമ്പോൾ സാധാ ജനങ്ങളാണ്, അവരുമായിട്ട് നേരിട്ട് ഇടപഴകുന്ന ആൾക്കാരാവുന്ന സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതായത് ക്ലയന്റ് മാനേജ്മെന്റ്, ഇമോഷണൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ കോമൺ സെൻസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമുക്കിപ്പോ ഒരുപാട് മാർക്കൊക്കെ കിട്ടുമായിരിക്കും. നമ്മൾ ചിലപ്പോൾ നല്ല രീതിയിൽ എന്താ സ്കോറിംഗ് ഒക്കെ ചെയ്യുമായിരിക്കും, അതായത് പരീക്ഷയിൽ സ്കോർ ചെയ്യുമായിരിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ ചെന്ന് പെടുമ്പോൾ അതിനെ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ട് എങ്ങനെ നേരിടാൻ പറ്റും എന്നുള്ളത് എവിടേക്കോ അത് മിസ്സിങ് ആയതുപോലെ എനിക്ക് തോന്നി. കാരണം ഇത് ആദ്യം തെറ്റായിട്ട് പറയല്ലേ, ഇപ്പൊ തെറ്റെന്ന് പറയുന്ന സമയത്ത് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ചേട്ടാ, ഇതൊരു ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുമ്പ് ഒരു മരണം ഉണ്ടായിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരാളുടെ ഇതുപോലെ വടം ഉപയോഗിച്ച്. ഒന്നാമത് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്, ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് രാത്രി എന്ന് പറയുന്നത് കുറച്ച് റിഫ്ലക്റ്റേഴ്സിൻ്റെ പിൻബലത്തോടു കൂടിയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് തന്നെ. നമുക്ക് മൊത്തത്തിൽ ഒരു ഊഹം വെച്ചിട്ടാണ് നമ്മൾ ഓടിക്കുന്നത്. കുറേ റിഫ്ലക്റ്റേഴ്സ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വീട്ടിലോട്ട് വരുന്നൊരു സമയത്ത് ഒരു റോഡിലോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ എങ്ങോട്ടൊക്കെയോ പോകുന്നു. എനിക്കത് മനസ്സിലായില്ല. നമ്മൾ ബോധത്തോടെ നോക്കുന്നുണ്ട്, എവിടേക്കോ പോകുന്നു. എന്നിട്ടാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഞാൻ ഇടതുഭാഗത്ത് നിന്ന് വലതുഭാഗത്തിൻ്റെ അറ്റത്തോട്ടായി. കാരണം അത് പുതിയതായിട്ട് ടാർ ചെയ്തിട്ടുള്ളൊരു റോഡായിരുന്നു. അവിടെ എനിക്ക് റിഫ്ലക്റ്റേഴ്സ് ഒന്നും കാണാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ വളവുള്ള റോഡാണ്. അപ്പം ആ ഒരു രീതിയിൽ നേരെ വന്നപ്പോഴത്തേക്ക് ആ റോഡിൻ്റെ അറ്റത്തോട്ട് പോയി. അപ്പോൾ രാത്രി എന്ന് പറയുന്നത് റിഫ്ലക്റ്റേഴ്സിൻ്റെ ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ വരെ റിഫ്ലക്റ്റേഴ്സിൻ്റെ പിൻബലത്തോടു കൂടിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇതിലിപ്പോ ഞാൻ പറയാം, ഈ നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു ഞാനുമേൽ കളി തന്നെയാണ്. അതെ, എല്ലാം കൊണ്ടും എന്താ പറയാ, എല്ലാരും പരസ്പരം ഇപ്പൊ ഞാൻ വളരെ വളരെ സിമ്പിൾ ആയിരിക്കും. അതായത് നമ്മളൊരു ദിവസം ഒരു 15 കിലോമീറ്റർ രാത്രി വണ്ടി ഓടിക്കുകയാണെന്ന് വെച്ചു, എതിരെ വരുന്ന എത്ര ആൾക്കാർ നമുക്ക് ഡിം ചെയ്ത് തരും. ഈ ഡിം ചെയ്ത് തരുന്നതിന്റെ ആവശ്യം എന്താണെന്ന് പോലും പലർക്കും അറിയാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ, സീരിയസ്ലി. അപ്പം ഇപ്പൊ ഡിം ചെയ്ത് തരുന്ന പോട്ടെ, എത്ര ആൾക്കാരാണ് ഈ ഹൈ ഇന്റൻസിറ്റി LED ലൈറ്റ് വെച്ചിട്ട് കാണാൻ പറ്റത്തില്ല. ചില സമയത്തൊക്കെ ഞാൻ തമാശയില്ല, ചില സമയത്തൊക്കെ വണ്ടി സൈഡിലോട്ട് ഒതുക്കി നിർത്താൻ വരെ തോന്നിയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലെ ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇപ്പൊ റോഡാണെങ്കിൽ പോലും ഒരുപാട് സ്ഥലത്ത് നല്ല റോഡുകളുണ്ട്. അപ്പൊ ഈ പറയുന്ന രീതിയിൽ റിഫ്ലക്ടറും അതുപോലെ തന്നെ സൈഡിൽ ഈ പറയുന്ന പ്രൊട്ടക്ഷനും എല്ലാം കൂടെ വെച്ചിട്ടുള്ള നല്ല റോഡുകളുണ്ട്. പക്ഷെ അതില്ലാത്തൊരു വലിയ ഏരിയ ഉണ്ട്. എല്ലാ ഏരിയയിലും അങ്ങനെ അത്രയും നല്ലൊരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള റോഡ് ഇല്ല. അപ്പൊ ഇവിടെ ഒരു ഉട്ടോപ്യൻ എന്താ പറയാ, നമ്മള് ഈ നമ്മുടെ ടീംസിൽ മാത്രമുള്ള ഒരു കൈൻഡ് ഓഫ് കോളനിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ലൈഫോ ഒന്നും നമുക്ക് കിട്ടത്തില്ല. പിന്നെ എന്താ പറയാ, നേരത്തെ പറഞ്ഞ പോലെ ഞാനുമേൽ കളി എന്നുള്ള രീതിയിൽ രാവിലെ വീട്ടിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മള് പ്രതീക്ഷിക്കണം ചിലപ്പോഴേ തിരിച്ച് വീട്ടിൽ വരുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും സംഭവിക്കാം എന്നുള്ള രീതിയിൽ. ചേട്ടാ, അപകടങ്ങൾ ഒരുപാട് ഉണ്ടാവാം. ഇപ്പം ബേസിക്കലി ഞാൻ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഓക്കെ, താഴെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്താണ് ദുരന്തം ഉണ്ടാകാൻ പോണേ എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആകാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് ആ ഒരു ചിന്തയുള്ളത് കൊണ്ട് ഓക്കെ ഇപ്പം നേരെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു പരിധി വരെ അത് പ്രായത്തിന്റെ ഇല്ല. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പിന്നെ ഞങ്ങള് ഇപ്പൊ വീട്ടിൽ നിന്ന് വെളിയിൽ ഇപ്പം വണ്ടിയൊക്കെ എടുത്താണ് പോകുന്നതെങ്കിലോ മോസ്റ്റ് ഓഫ് ദ ടൈം വീട്ടില് അമ്മയും അച്ഛനും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചൊക്കെ പോയിട്ട് വരണേ, ഇങ്ങനെ ഒരു ഡയലോഗ് പറയാറുണ്ട്. ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ സൂക്ഷിച്ചെന്ന് വെച്ച് മാത്രം ഞാൻ തിരിച്ച് വീടെത്തും ഉറപ്പുണ്ട്. അതെ ഉറപ്പില്ല. കഴിഞ്ഞാല് ഞാൻ എന്തിനാണ് ആൾക്കാർ ഇത്രയും സ്പീഡിൽ പോണെന്ന് അറിയാമോ? കുറെ പയ്യന്മാരൊക്കെ
അവര് എന്തിനാണ് ഇങ്ങനെ ഓടിക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അമ്മാതിരി സ്പീഡിൽ ഓടിക്കുക, എന്താ പറയാ, ജസ്റ്റ് ആൾക്കാരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി ഓടിക്കുക. ഇത് എന്താ പറയാ, ചേട്ടാ അതൊക്കെ ഉണ്ട്. നമ്മൾ ചില സ്ഥലത്ത് ഇപ്പം NH നമ്മൾ സ്പീഡിൽ പോയില്ലെങ്കിൽ നമുക്ക് ആക്സിഡന്റ് ഉണ്ടാവും, ചില സ്ഥലത്ത് സ്ലോയിൽ പോയാൽ ആക്സിഡന്റ് ഉണ്ടാവും. പല പല രീതിയിലുള്ള നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. എൻ്റെ ഒരു സുഹൃത്ത് ഈ ക്ലിമാനൂരിൽ വെച്ചിട്ട് വണ്ടി ഇടിച്ച് മരിച്ചിട്ട്, മീൻസ് പെൺകുട്ടിയാണ്, പുള്ളിക്കാരി മരിച്ചിട്ട് ഇപ്പം ഈ ഏപ്രിൽ 2-ാം തീയതി 1 വർഷം തികയാണ്. ഞങ്ങൾ ആ വണ്ടി ഇടിക്കുന്നതിന്റെ CCTV ഫുട്ടേജ് ഞങ്ങൾ കണ്ടതാണ്. വളരെ വളരെ പതുക്കെ ആ കുട്ടിയുടെ മകനുമായിട്ട് സ്കൂട്ടിയിൽ ഓടിച്ചു വരുന്ന ആ പുള്ളിക്കാരിയുടെ വണ്ടിയിലേക്ക് എതിരെ വരുന്ന വണ്ടി എന്താ പറയാ, റോങ് ഡയറക്ഷനിൽ വന്ന് ഇടിച്ച് കയറുന്നു. പുള്ളിക്കാരി മരിക്കുന്നു. പുള്ളിക്കാരിയുടെ ഭാഗത്ത് എന്താ തെറ്റുള്ളത്? നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ടൈമായി പോവാനുള്ളത് പോയി, ഇത്രേ പറയാൻ പറ്റില്ല. ആരും കുറ്റം പറയാൻ പറ്റില്ല. അതെല്ലാം ഭരണത്തിലാണ്. അല്ല എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ ഈ പറയുന്ന പോലെ സൈക്കിളിൽ വരുമ്പോൾ ഒരു ആക്സിഡൻറ്റില്ല. പിന്നെ നമ്മളങ്ങനെ ഓർക്കാൻ താല്പര്യപ്പെടാത്തൊരു ഇതായതുകൊണ്ട് ഞാനത് ചർച്ച ചെയ്യുന്നില്ല. അവരും ഇതുപോലെ കെയർഫുൾ ആയിരുന്നു. പറയുമ്പോഴത്തേക്കുള്ളൊരു സംഭവം നീ ചുമ്മാ ചിന്തിച്ചു നോക്കിയാൽ മതി. കോവിഡിന് മുമ്പ് നമ്മളൊരു മരണം എന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പാക്റ്റും കോവിഡിന് ശേഷം ഈ മരണം എന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന ഇമ്പാക്ട് രണ്ടല്ലേ? കാരണം എന്തെന്ന് വെച്ചാൽ കോവിഡിന് ശേഷം മരണം എന്ന് കേൾക്കുമ്പോൾ ശരി, മറ്റു മരിച്ചുപോയോ, ആ ഒരു വ്യത്യാസമുണ്ട്. കാരണം കുറച്ചുകൂടെ ആൾക്കാർ മരണത്തോട് പൊരുത്തപ്പെട്ടൊക്കെ തുടങ്ങി എന്നൊക്കെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മള് ബാക്ക് ടു ദ ടോപ്പിക് നമ്മൾ ഇതിൽ വരികയാണ്. നമുക്ക് ആ വീഡിയോ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും ആ പുള്ളിക്കാരൻ കുറച്ച് ഓവർ സ്പീഡ് ആയിരുന്നു. ചേട്ടാ ഞാൻ ഓക്കെ, ഓവർ സ്പീഡ് അവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ള പോലീസ് അവിടെ തടഞ്ഞിട്ടില്ല. പോലീസ് അവിടെ റോഡിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഒരു സൈഡിലായിരുന്നു നിന്നിരുന്നത്. ഇപ്പോൾ പോലീസ് എപ്പോഴും ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് കൈ കാണിക്കും, അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുമ്പോഴാണ് ഒരാൾക്ക് വണ്ടി നിർത്താൻ തോന്നുന്നത്. അല്ലാതെ പോലീസിൻ്റെ അതിലാണ് ഒരു സംഭവം. ആ പോലീസ് നിൽക്കുന്നത് ആ റോഡിന്റെ ഏകദേശം മധ്യത്തോട്ടാണ് നിൽക്കുന്നത്. ഒരു പോലീസ് സൈക്കോളജി വെച്ച് നോക്കുന്ന സമയത്ത് 2 കാര്യങ്ങളായിരിക്കും അവരുടെ മനസ്സിൽ കൂടെ പോകുന്നത്. ഒന്ന്, നമ്മളിവിടെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക്, ഇപ്പം മാത്രമല്ല ഈ സമയം ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം തഞ്ചാവൂർ വരെ പോയപ്പോൾ, ട്രിവാൻഡ്രത്ത് നിന്ന് തഞ്ചാവൂർ വരെ പോകുന്നതിനിടയിൽ ഒരു 20 വട്ടമെങ്കിലും ഞങ്ങളുടെ വണ്ടി പോലീസ് തടഞ്ഞു. അതായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ചെക്കിങ് നടക്കുന്നുണ്ട്. ത്രൂ ഔട്ട് ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം അങ്ങനത്തെ ഒരു അന്തരീക്ഷം പൊതുവെ നടക്കുന്ന സമയത്ത് ഈ പോലീസുകാരുടെ മനസ്സിൽ കൂടെ എന്തായിരിക്കും പോകുന്നത്? ഓക്കെ, ഞങ്ങൾ ഏകദേശം റോഡിന്റെ നടുക്കായിട്ട് നിൽക്കുകയാണ്, ഞങ്ങളൊരു 2-3 പേരുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു വണ്ടി വരുമ്പോൾ അവിടെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, കുറെ വണ്ടികൾ അവിടെ വന്നിട്ട് പോലീസിനെ കണ്ടിട്ട് അവിടെ നിന്ന് മാറി പോകുന്നുണ്ട്. ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലീസിന്റെ എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ ഞങ്ങളെ കാണുന്നു, മാത്രമല്ല ഞങ്ങളിവിടെ വടം വലിച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പൊ റോഡ് ക്ലോസ്ഡ് ആണെന്ന് നമുക്കറിയാം. ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, ഈ നമ്മുടെ പെട്രോൾ പമ്പ് അടയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അന്ന് അവധിയാണെങ്കിൽ വടം വലിച്ച് കെട്ടാറില്ലേ ചേട്ടാ? അല്ല ചേട്ടാ, ഞാൻ അതിൻ്റെ അകത്ത് പെട്രോൾ പമ്പിലോട്ട് നമ്മൾ കയറുമ്പോഴത്തേക്ക് നമ്മൾ സ്ലോ ചെയ്താൽ കയറുന്നത്. നമ്മൾ പെട്രോൾ അല്ലെങ്കിൽ മുമ്പിൽ ഏതെങ്കിലും വണ്ടി ഉണ്ടോ എന്നുള്ള രീതിയിൽ പോലീസുകാരുടെ എക്സ്പെക്ടേഷൻ, അവര് 3 പോലീസ് റോഡിന്റെ മധ്യത്തായിട്ട് നിൽക്കുമ്പോൾ വരുന്ന ആൾക്കാർ വണ്ടി സ്ലോ ചെയ്യും എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. അതൊരു ഒരു ക്രോസ് ജംഗ്ഷൻ ആണ് അല്ലേ? സാമാന്യ ബോധമുള്ള ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു ക്രോസ് ജംഗ്ഷനിൽ വണ്ടി സ്ലോ ചെയ്തല്ലേ ഓടിക്കേണ്ടത്? ചേട്ടാ ഡെയിലി പോകുന്നൊരു സ്ഥലം, ഞാനിപ്പം അയാളുടെ ഓവർ സ്പീഡോ അല്ലെങ്കിൽ അയാൾ പോലീസിനെ കണ്ടിട്ട് നിൽക്കാനുള്ള ഒരു കോമൺ സെൻസ് കാണിച്ചില്ലെന്നോ ഉള്ളതോ ഒന്നുമല്ല ഞാനിപ്പോൾ പറയുന്നത്. സാമാന്യ ബോധം, ആ ഒരു വടം എന്നുള്ളത് അവിടെ പ്രയോഗിക്കാൻ തടയാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു മാർഗമല്ലായിരുന്നു. ഇതുപോലെ പല പല എളുപ്പപ്പണികൾ ചെയ്ത് അവർക്ക് ഒരു പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ നിങ്ങൾ കോവിഡ് സമയത്തൊക്കെ എത്ര റോഡുകളാണ് ഇങ്ങനെ വടം ഉപയോഗിച്ച് എന്താ പറയാ ക്ലോസ് ചെയ്തിട്ടുള്ളത്? നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര റോഡുകളിലാണ് ഒരു വടവും കാണാൻ അതിന്റെ തൊട്ടി. ചേട്ടാ എക്സ്പെക്റ്റഡ് ആണ് അങ്ങോട്ട് പോകരുതെന്നുള്ളത്. ചേട്ടാ സ്ഥിരമായിട്ട് പോകുന്നൊരു ചേട്ടാ തടയുന്നില്ല അവിടെ. ഇവിടെ പോലീസിന്റെ ഒരു സൈഡിലാണ് നിന്നിരുന്നത്, തടയുന്നില്ല. ചേട്ടൻ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പോലീസിനെ ജസ്റ്റിഫൈ ചെയ്യല്ല. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ചിന്തിച്ചത് അതായിരുന്നു. അങ്ങനെ ചിന്തിച്ചത് ഒരു കാര്യമില്ല. അവിടെ ആ ഉള്ളൊരു പ്രാക്ടിക്കൽ ഒരു സെൻസ്
ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം അവർക്ക് ഇല്ലായിരുന്നു. പിന്നെ ഒരു പക്ഷെ അവരുടെ കയ്യിൽ പറയുന്ന രീതിയിൽ മറ്റേ എന്താ ഈ റോഡ് ക്ലോസ് ചെയ്യാനുള്ള മറ്റ് സാമഗ്രികളുടെ കുറവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു കാണാം. അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ പിന്നെ അവർ എക്സ്പെക്ടും ചെയ്ത് കാണത്തില്ല ഇങ്ങനെ ഓടിക്കൊണ്ടുവന്ന് കയറും എന്നൊക്കെ ഉള്ള രീതിയിൽ ചിന്തിക്കും. എല്ലാ ആൾക്കാർക്കും നമ്മൾ എന്താ പറയാ ഇപ്പം ഈ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊക്കെ ചിന്തിച്ച് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിയൊക്കെ ഉണ്ടാവണം. ആ ബുദ്ധിയാണ് വേണ്ടത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പബ്ലിക്കിനെ സേവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇത്ര ഇൻ്റലിജൻ്റ് ആയിട്ട് ഓക്കെ ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന റിസ്കുകൾ ഉണ്ടാവാം. നമ്മളിപ്പം ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഓരോരോ കാര്യങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ഓക്കെ ഇന്ന രീതിയിൽ ആക്ട് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന റിസ്കുകൾ ഉണ്ടാവാം, ഇതൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ചിന്തിച്ചാണ് നമ്മൾ ഓരോന്ന് മുമ്പോട്ട് പോകുന്നത്. അതുപോലെ ഞാൻ വളരെ നല്ലൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ ഒരു അത്യാവശ്യം നല്ല ഒരു എനിക്ക് സംഭവിച്ചിട്ടുള്ള സംഭവം, അതായത് ഒരു ഹോട്ടല്, ആ ഹോട്ടലിലോട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു, തിരിച്ച് വണ്ടി എടുക്കണം. അപ്പൊ റിവേഴ്സേ എടുക്കാൻ പറ്റത്തുള്ളൂ. അതും വളരെ മൈന്യൂട്ട് ഡിസ്റ്റൻസേ ഉള്ളൂ മറ്റു വണ്ടികളുമായിട്ട്. അപ്പൊ അവിടെ നിന്ന് ആ വണ്ടി വളച്ചെടുക്കാൻ ഒരാളുടെ എന്ത് വേണം, ഹെൽപ്പ് വേണം. ഇവിടെ 2-3 പേരുണ്ട്. അവരാദ്യമേ വന്നാ വണ്ടി എടുത്തോ, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു വന്നു. ഞങ്ങൾക്ക് എനിക്ക് ആ വണ്ടി കയറുന്നതിന് മുമ്പ് ഞാൻ മനസ്സിലിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ വണ്ടികൾ ഇരിക്കുന്നൊക്കെ ഇതിലുണ്ടായിരുന്നു. ഇവര് 4 എണ്ണവും കൂടി ഇരുന്ന് 4 രീതിയിൽ പറയാണ്, ഇവിടെ വളയാ, അവിടെ വളയാ, ഇവിടെ വളയാ. ഞാൻ സീരിയസ്ലി ചിന്തിച്ചു എങ്ങനെയാണ്, കാരണം 4 പേരും 4 പേരും 4 രീതിയിൽ പറയണം. അല്ല അവിടെ അങ്ങനെ ഓടിക്കരുത്, അവിടെ തട്ടും, ഇവിടെ ഇങ്ങനെ ഓടിക്കരുത്, ഇവിടെ തട്ടും. അതായത് ഒരാൾക്ക് ഒരു വണ്ടി ബാക്കിലോട്ട് എടുക്കുമ്പോൾ എവിടെയൊക്കെ തട്ടും എന്ന് ചിന്തിച്ച് ഒരു അഭിപ്രായം പറയാനോ ഇൻസ്ട്രക്ഷൻ പറയാനോ പറ്റുന്നില്ല. അവസാനം എനിക്ക് എന്താ പറയാ ആ ഒരു സിറ്റുവേഷനിൽ കുറെയൊക്കെ നമുക്ക് ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ. ഓക്കെ ആ പുള്ളിക്കാരൻ അങ്ങനെ പറയുന്ന പോലെ നമ്മൾ എടുത്ത വണ്ടി തട്ടും, അങ്ങനെ പല സിറ്റുവേഷനിൽ നമ്മൾ എടുക്കാതിരുന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം അങ്ങനെ എടുത്താൽ വണ്ടി തട്ടുമെന്ന്, പക്ഷെ അതൊന്നും ചിന്തിക്കാനുള്ള ഒരു ഇതില്ല. പുള്ളി ഓരോരുത്തരും കാണുന്ന പെർസ്പെക്റ്റീവ് ഉണ്ട്, അത് എന്തെങ്കിലും ഡിഫറെന്റ് ആണ്. ചേട്ടാ അത് ഒരു പബ്ലിക് സെർവന്റ് എന്നുള്ള നിലയിൽ വിഷൻ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ വിഷൻ. ഓക്കെ ചേട്ടൻ 911 എന്ന് പറഞ്ഞ ഹോട്ട്സ്റ്റാറിലുണ്ടെന്ന് തോന്നുന്നു സീരീസ്, ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? അതിങ്ങനെ അത് മറ്റേ ഈ അമേരിക്കൻ പോലീസിൻ്റെ ഓരോരോ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പം ഓരോരോ ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് ഓക്കെ അവർ ഡീല് ചെയ്യുന്ന രീതി അതൊക്കെ പോലീസിൻ്റെ ഒരു പോലീസ് സ്റ്റോറി പോലെയാണ്, ആ സീരീസ് പോലെയാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ട്രയൽ ആൻഡ് എററിലൂടെ പഠിക്കും, മനസ്സിലായില്ലേ? അപ്പൊ അതില് എന്താ പറയാ ഇപ്പൊ ഈ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പം അവിടെ നിന്ന് ആ 3 പോലീസുകാര് ചിന്തിച്ച സംഭവങ്ങളാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം ഒരു എന്താ പറയാ ഒരു ഗ്രൂപ്പ് ഡിസിഷൻ ആയിരിക്കും എന്നൊന്നും തോന്നുന്നില്ല. ഗ്രൂപ്പ് ഡിസിഷൻ ആയിരുന്നെങ്കിൽ അല്ലല്ല, ഞാൻ പോലീസുകാരെയും കുറ്റം പറയുന്നില്ല. പക്ഷേ സിസ്റ്റം എങ്ങനെയാണ് കുറച്ച് പോലീസുകാരെ പബ്ലിക് സെർവൻസിനെ വാർക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇപ്പം ഈ US കാര്യം പറഞ്ഞല്ലോ, അപ്പം നമ്മൾ പല എക്സാമ്പിളിലൂടെ കണ്ടിട്ടുണ്ട് അവർ പബ്ലിക്കുമായിട്ട് ഡീല് ചെയ്യുന്ന വിധം. ഓക്കെ ഇപ്പം എന്തെങ്കിലും ത്രെട്ട് ഉണ്ടെങ്കിൽ അവർ ഒരു മുൻകരുതൽ എടുത്ത് സംസാരിക്കുന്ന വിധം. ഓക്കെ ഇപ്പം അങ്ങനെ പല രീതിയിലുള്ള എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിലുണ്ട്. അതൊന്നും ചിന്തിക്കാതെ എപ്പോഴും ഇപ്പോൾ പോലീസിനെ കണ്ടുകൊണ്ട് ഈ പറയുന്ന പുള്ളി എന്തുകൊണ്ടായിരിക്കും ഓക്കെ പോലീസിനെ ഓക്കെ നിൽക്കണ്ട നമുക്ക് ഇച്ചിരി വേഗം വിട്ട് കളയാമെന്ന് വിചാരിക്കാനുള്ള കാരണം എന്താണ്? അത് പോലീസ് തന്നെയാണ്. നമുക്ക് എത്രയോ എക്സാമ്പിൾസ് ഉണ്ട് പോലീസിനെ കണ്ട് പേടിച്ച് ആക്സിഡൻ്റായി മരിച്ചു അല്ലെങ്കിൽ അവിടെ തട്ടി മരിച്ചു എന്നുള്ള രീതിയിൽ. ആ പേടി ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഏറ്റവും വലിയ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പോലീസുകാർ ഉണ്ടാക്കുന്ന ഫൈൻ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഗവൺമെന്റിന് തഞ്ചാവൂരിൽ പോയെന്ന് പറഞ്ഞില്ലേ, തഞ്ചാവൂരിൽ പോയിട്ട് ഇപ്പം അതൊരു വിധത്തില് തെറ്റുമാണ്, അത് വേറെ കേസ്. അതായത് ഞാൻ തഞ്ചാവൂരിൽ പോയപ്പോ ഞാൻ അന്തം വിട്ടുപോയി. ഒരൊറ്റ എണ്ണം ഹെൽമെറ്റ് വെച്ചിട്ടില്ല, ഒരൊറ്റ എണ്ണം ട്രാഫിക് റൂൾ പാലിക്കുന്നില്ല. തോന്നുന്ന പോലെ ആൾക്കാർ റോഡിന്റെ മധ്യത്തൂടെ നടക്കും, അത് ഇത് മറ്റേത്. അവര് ലീസ്റ്റ് കേടാണ്, മനസ്സിലായില്ലേ ട്രാഫിക് റൂൾസിന്റെ കാര്യത്തില്. കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ ഈ പറയുന്ന ഫൈനടി ഇല്ല, മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും പാലിക്കത്തില്ല. പക്ഷെ എന്നിരുന്നാലും ഇപ്പം ഇതാണ് ഈ ഗ്ലാസ്സിൽ മറ്റേ ടിൻഡ് ഒട്ടിക്കുന്നത്, അത് കുറച്ച് എന്താ പറയാ അധികാരമുള്ളവർക്ക് എന്ത് ഒട്ടിക്കാം, വേണമെങ്കിൽ ഷോളും ഇടാം. ചേട്ടാ ഇത് നമുക്കറിഞ്ഞൂടെ, ഇത് നമ്മളെ സുരക്ഷിതമാക്കാനല്ല എന്നുള്ളത് നമുക്ക് 50% നമുക്കറിയാം.
അതാണ് പ്രശ്നം. അതായത് ഇപ്പൊ പാർട്ടിക്കാരാണ് വണ്ടി ഓടിക്കുന്നെങ്കിൽ അവർക്ക് ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാം, തിന്നിട്ട് വണ്ടി ഓടിക്കാം. പാർട്ടിക്കാർക്കും കേസൊക്കെ ഉണ്ടാവാം. ഇപ്പം ആയതുകൊണ്ട് എല്ലാവർക്കും കേസ് ഉണ്ടാവും. പക്ഷെ ഇതിന്റെ മെയിൻ ഉദ്ദേശം ഗവൺമെന്റിന് ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയല്ല, ബേസിക്കലി അല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കറിയാന്നുള്ള സംഭവമില്ലേ, അതായത് മറ്റേ എന്തുവാ ഈ ഒരാള് എൻ്റെ ഒരു സുഹൃത്ത് ഈ പറഞ്ഞ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താണ് ഒരാള് ഹെൽമെറ്റ് ഇല്ലാതെ പോയി. അപ്പൊ അവര് ജസ്റ്റ് നമ്പർ നോട്ട് ചെയ്തു. പുള്ളി ഉടനെ തിരിച്ചു വന്നിട്ട് ഈ പുള്ളി റേസ് ഞാൻ പാർട്ടിക്കാരനാണ്, അതാണ് മറ്റാണ് മറിച്ചാണ്. അപ്പൊ തന്നെ അവിടെ നിന്ന് കോൾ വന്നു എന്താണ് ചെയ്യുന്ന രീതിയിൽ. അതായത് പാർട്ടിക്കാരൊക്കെ ആണെങ്കിൽ അല്ലല്ല ചേട്ടാ, നമ്പർ നോട്ട് ചെയ്യുന്നത് ഓക്കെ, പക്ഷേ ക്യാമറയിൽ വരുമ്പോൾ അതൊരു തെളിവല്ലേ, അത് സിസ്റ്റത്തിലോട്ട് അപ്ലോഡ് ആവുന്നു, അതിന് ഫൈൻ കൊടുക്കേണ്ടി വരും. ഈ ക്യാമറയൊക്കെ ഇപ്പം വർക്കിംഗ് ആണോ? അല്ല ഇപ്പൊ അല്ലായിരിക്കും. ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തെ നമ്മുടെ ട്രാഫിക് റൂൾസ് ആയാലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായാലും ജനങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള സാധനമല്ല, പകരം ഖജനാവ് നിറയ്ക്കാൻ വേണ്ടിയുള്ള സാധനം ചുരുക്കി പോകുമ്പോഴത്തേക്ക് പൊതുവെ ആൾക്കാർക്ക് കുറച്ച് പേടി വരും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ച് നോക്കേ, ഇപ്പം എന്താ പറയാ, ഇപ്പൊ ഡെയിലി ഒരു 500 രൂപ 600 രൂപ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചോ. ഇന്നത്തെ കാലത്ത് അവൻ ആ പൈസ കൊണ്ട് ജീവിക്കാൻ തന്നെ കിടന്ന് സ്ട്രഗിൾ ചെയ്യണം. അതിനിടയിൽ ഒരു 1000 രൂപ അല്ലെങ്കിൽ 500 രൂപ ഇവനെ പെറ്റിയടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ എങ്ങനെയായാലും ഓടിപ്പോവും. അതെ, ആ ഒരു പേടി ഉണ്ടാക്കുകയാണ്. ഇപ്പൊ ഒരു കുറ്റവാളിയാണെന്ന് തെളിഞ്ഞ് അല്ലെങ്കിൽ അവർക്കൊരു 90% ഈ പയ്യന്റെ കാര്യത്തിൽ മോസ്റ്റ് പ്രോബബ്ലി നടന്നിരിക്കാൻ സാധ്യത ഉള്ളത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ ഒരു പക്ഷേ ഈ പോലീസുകാർ പറഞ്ഞ പോലെ പുള്ളിക്കാരന്റെ കയ്യിൽ ലൈസൻസ് കാണത്തില്ലായിരുന്നു. ഒരുപക്ഷെ ആ സമയത്ത് കാണത്തില്ലായിരുന്നു. അപ്പൊ പുള്ളി ഓടിച്ചു. ഇപ്പൊ എന്തിനാ ലൈസൻസിന്റെ ഒരു ആവശ്യമില്ല ചേട്ടാ. കയ്യിൽ പരിവാഹനം അല്ലെങ്കിൽ പിന്നീട് സബ്മിറ്റ് ചെയ്താൽ മതി എന്നൊക്കെ ഉണ്ട്. അനാവശ്യമായിട്ട് ഇവർക്ക് ഓരോ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നെ ഇവിടെ ഒരു ചെറിയൊരു കാര്യം പറയട്ടെ. അതായത് ഒരു 5-6 വർഷം മുമ്പത്തെ കാര്യമാണ് കേട്ടോ. 5-6 വർഷം അല്ല, 6-7 വർഷം മുമ്പത്തെ കാര്യമാണ്. ഞാൻ കൊല്ലത്തുനിന്ന് ആറ്റിങ്ങിലേക്ക് വരുന്ന വഴിക്ക് ഇടയ്ക്ക് വെച്ച് പോലീസ് തടഞ്ഞപ്പോഴത്തേക്ക് എന്റെ ബൈക്കാണ്, ബൈക്കിന്റെ സീറ്റിന്റെ അടിയിലാണ് ഞാൻ എന്റെ ബുക്കും പേപ്പറും ലൈസൻസും എല്ലാം വെച്ചേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എന്താണ്, അപ്പം ലൈസൻസ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഇതിന്റെ അടിയിലാണ് എന്താണ്. അപ്പം ഞാനത് ആ സീറ്റിനെ എടുക്കാൻ നോക്കുന്ന സമയത്ത് സീറ്റ് അവിടെ സ്റ്റക്കായി പോയി. മനസ്സിലായി, സീറ്റ് സ്റ്റക്കായി പോയി. ഞാൻ പോലീസിനകത്ത് സീറ്റ് സ്റ്റക്കാണ്, അതൊന്നും പറയുന്ന സാധനം എടുത്തേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, എന്റെ ജിമെയിലില് സാധനമുണ്ട്, ഞാൻ എന്റെ ഇത് കാണിക്കാം. അതൊന്നും പറയില്ല, നീ കള്ളം പറയാണ്, അതൊന്നും കാണിച്ചപ്പോൾ നീ ഒറിജിനൽ സാധനം കാണിക്കാൻ പറയും. ഒരു 1/4 മണിക്കൂർ നമ്മൾ സംസാരിച്ചു. ഏറ്റവും അവസാനം പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്ന 200 രൂപ കൊടുത്തിട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഫൈനല്ല, 200 രൂപ കൊടുത്തിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അല്ലല്ല, ഇതേ ഇൻസിഡൻറ്റ് എനിക്ക് ഈ പറഞ്ഞ പോലെ പോലീസ് തടഞ്ഞു, എൻ്റെ കയ്യിൽ ഹെൽമെറ്റ് ഉണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് അവർക്ക് കാണണം, നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്തത്. അപ്പം ഞാൻ ആദ്യം തന്നെ പരിവാഹൻ തുറന്നത് കണ്ട് ചേട്ടൻ ഇപ്പോൾ ജിമെയിലിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ജിമെയിൽ എനിക്ക് തോന്നുന്നു അലൗഡ് അല്ലെന്ന് തോന്നുന്നു. പരിവാഹനോ അല്ലെങ്കിൽ ഡിജി ലോക്കറിലോ തന്നെ കാണിക്കണം. ഓക്കെ, അപ്പം ഞാൻ അന്ന് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആൾക്കാർ പറഞ്ഞിരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അറ്റസ്റ്റഡ് കോപ്പി ഈ പറയുന്ന മെയിലുണ്ടെങ്കിൽ അത് മതി എന്നാ പറഞ്ഞു. ഓക്കെ അല്ല, എന്നാലും പിന്നെ ഓക്കെ പരിവാഹനം ഉണ്ടെങ്കിൽ ഓക്കെ, ഞാനത് അങ്ങനെ ആയിരിക്കാമെന്ന് തോന്നിയോണ്ട് പറഞ്ഞതാ. ഓക്കെ, അപ്പൊ പുള്ളി ഓക്കെ ഇതിപ്പോ റീസെന്റ് ആയിട്ട് ഇവരിവിടെ വന്ന് കിടക്കും. ഇവിടെയുള്ള പോലീസുകാരല്ല, അവര് ടാർഗറ്റ് തേക്കാൻ വേണ്ടി ഇവിടെ സൈഡിൽ വന്ന് കിടന്നു. ഓക്കെ, ഹെൽമെറ്റ് ഉണ്ട്, ലൈസൻസ് ഉണ്ട്. ഞാൻ ആദ്യം തന്നെ പരിവാഹനം എടുത്ത് കാണിച്ചു, ഇൻഷുറൻസ് കാണിച്ചു. അവർക്ക് അപ്പോൾ പുക സർട്ടിഫിക്കറ്റ് കാണണം. അപ്പം ഒരു ഹോസ്പിറ്റൽ ഓട്ടോ ആയതുകൊണ്ട് പുക സർട്ടിഫിക്കറ്റ് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. അവർക്ക് ഇപ്പം തന്നെ കാണണം. അങ്ങനെ 250 രൂപ കൊടുത്തിട്ട് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഗതികേട് കൊണ്ട് കൊടുത്തിറങ്ങുന്നവരാണ് ഇവിടുത്തെ. നിറയ്ക്കാൻ വേണ്ടി മാത്രം പോലീസുകാരെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ രാഷ്ട്രീയക്കാരെയും നമ്മുടെ ഗവൺമെന്റിനെയും ഒരു തരത്തിലുള്ള പോലീസ് ഒരു മാർക്കറ്റിംഗ് ജോബ് ഉണ്ടല്ലോ, ടാർഗറ്റ്. ഇവിടുത്തെ മാർക്കറ്റിംഗ് ജോബ് ഉണ്ടല്ലോ, എൻ്റെ സുഹൃത്തൊക്കെ ഉണ്ടായിരുന്നു മാർക്കറ്റിംഗ് ജോബിൽ. അവർക്ക് ഇത്ര ടാർഗറ്റ്, അല്ലെങ്കിൽ അവർക്ക് ടാർഗറ്റ് കൊടുക്കേണ്ട എന്ത് ടാർഗറ്റാണ്? ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന എന്താ പറയാ, നിങ്ങൾക്ക് എത്ര 500 ക്രിമിനൽ കേസ് കണ്ടിട്ടുണ്ടല്ലോ. ഈ ക്രിമിനൽ കേസിന്റെ പ്രതികളെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അതൊരു ടാർഗറ്റ് ആയിട്ട് കൊടു. അതല്ല ടാർഗറ്റ് ഇവിടെ. ഇത്ര രൂപയുടെ കള്ളപ്പണം പിടിക്കുക, അതൊരു ടാർഗറ്റ് ആയിട്ട് കൊടു. അതൊരു ടാർഗറ്റ് ആയിട്ട് കൊടു. അതൊക്കെയല്ലേ ടാർഗറ്റ് ആയിട്ട് പോലീസുകാർക്ക് കൊടുക്കേണ്ടത്.
ഇവിടെ ഇവിടെ സിസ്റ്റമാറ്റിക് അല്ല എങ്ങനെ പോലീസിനെ വെളുപ്പിക്കാം, അല്ലെങ്കിൽ പോലീസ് ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കൂടെ കുറേ ബോധവൽക്കരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതെല്ലാം അപ്രീഷിയേറ്റബിൾ ആണ്. പക്ഷേ ഇവിടെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്തിട്ട് ഇപ്പം ഒരു ന്യൂ ഇയർ സമയത്ത് ഞാൻ കൊച്ചി കാർണിവൽ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അന്നായിരുന്നു ഞാൻ ആദ്യമായും അവസാനമായിട്ടും ക്രൗഡിൻ്റെ ഇടയിലിട്ട് ധൈര്യമായിട്ട് ഇറങ്ങിയിട്ടുള്ള ദിവസം. അവിടെ ഒരു ലോജിക്കലില്ലാണ്ട് 12 മണി 12:30 1 മണി ആകുമ്പോഴത്തേക്ക് കാർണിവല് കഴിയും. ന്യൂ ഇയർ ആയിട്ട് 1 മണി ആകുമ്പോഴത്തേക്ക് കാർണിവല് കഴിയും. അപ്പോൾ പോലീസ് അവിടെ എടുത്ത തീരുമാനം ഒരു കടകളും തുറന്നിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ തീരുമാനം. ഞാൻ ബാക്കി കാര്യങ്ങൾ വഴിയെ പറയാം. ഒരു കടകളും അവിടെ തുറന്നിരിക്കാൻ പാടില്ല. എല്ലാവരും അപ്പം തന്നെ വീട്ടിലോട്ട് പോയിക്കോണം. അപ്പം കാർണിവൽ നടക്കുന്ന സ്ഥലത്ത് നിന്ന് വീട്ടിലോട്ട് പോകുന്നത് എങ്ങനെയാണ്? ജങ്കാറിലാണ് പോകുന്നത്. അപ്പോൾ ആ ജങ്കാറിൽ പോകണമെങ്കിൽ ആകെ ഒരൊറ്റ ജങ്കാറേ ഉള്ളൂ. അത് ഇങ്ങനെ 2 ജങ്കാറുണ്ട്, അതിങ്ങനെ റൊട്ടേഷൻ ഷിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുക. അവിടെ കടകളോ ഫുഡിൽ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളോ ഞാൻ കണ്ടതാണ്. തെറി വിളിച്ചിട്ടൊക്കെ കടകളൊക്കെ അടപ്പിക്കുന്നത് അവരുടെ ജീവിതമാർഗ്ഗമാണ്. അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് കാശ് വേറൊരാളുടെ പോക്കറ്റിലോട്ട് കൊടുക്കുന്ന ഒരു എക്കണോമി അവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെറി വിളിപ്പിച്ച് ഇവന്മാർ കടകൾ അടപ്പിക്കുന്നു. അപ്പോൾ ആളുകൾക്ക് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണം ഇല്ലാണ്ടിരിക്കുക. അങ്ങനെ കാരണം ഇല്ലാണ്ടാവുമ്പോഴത്തേക്ക് ഇവരെല്ലാം കൂടെ ജങ്കാറിൻ്റെ സ്ഥലത്തേക്ക് ഇങ്ങനെ അടുത്തടുത്തോണ്ട് വന്നുകൊണ്ടിരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്ക് ആളുകൾ ഇങ്ങനെ കൂടി അവിടെ ഭയങ്കര തിക്കും തിരക്കും, ആളുകൾക്ക് മുമ്പോട്ട് പോകാനോ പുറകോട്ട് പോകാനോ പറ്റുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. അവിടെ ഭയങ്കര ഇടിയും. ഞാൻ ലാസ്റ്റ് അഭിനയിച്ച് അയ്യോ തലകറങ്ങുന്നേ. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്കെപ്പോഴും സർവൈവ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഏറ്റവും ഭയങ്കര ഇത്. എനിക്ക് നീളമുള്ളതുകൊണ്ട് എനിക്ക് മുകളിലോട്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം വിടാം. എന്നിട്ടും എൻ്റെ പാൻറ്റ് അഴിഞ്ഞു പോകുന്നു, ഷൂസിൻ്റെ ചെരുപ്പ് പൊട്ടുന്നു. അനിയനൊക്കെ നീളം കുറവായതുകൊണ്ട് ഇവൻ കിടന്ന് വെപ്രാളപ്പെടുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മൾ പോലീസിനോട് പറഞ്ഞു, നമ്മൾ എന്നിട്ട് ഷൗട്ട് ചെയ്തു, ഇങ്ങനെയാണോ ചെയ്യുന്നത്, കുറച്ച് അങ്ങോട്ട് റിലീസാക്കൂ. ഇവിടെ ചെയ്യാൻ പറ്റുന്ന മാർഗം കൂടി നിൽക്കുന്ന ആളുകളെ പുറകിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് റിലീസാവും. അപ്പോൾ പോലീസ് അതിനുവേണ്ടി ചെയ്ത മാർഗം, ഇപ്പം ഇങ്ങനെ ഒരു തിരക്കിൽ ഏറ്റവും ഫീസിബിളായിട്ട് ചെയ്യേണ്ട മാർഗം ഓക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി പുറകിലോട്ട് കൊണ്ടുപോവുകയാണ്. ഈ കണാപ്പന്മാർ ലാത്തി ഉപയോഗിച്ച് മുമ്പിലോട്ട് വന്നു. അപ്പോൾ എന്താ ഉണ്ടാകുന്നത്? ആളുകൾ പേടിച്ച് പുറകിലോട്ട് മാറുമ്പോഴത്തേക്ക് അത് അങ്ങോട്ടൊരു തള്ളു വരും. ഇവന്മാർ പുറകിലുള്ളവന്മാർ തിരിച്ച് ശക്തിയിലോട്ട് ഒരൊറ്റ തള്ളു തിരിച്ചു കൊടുക്കും. അങ്ങനെയുള്ള ഒരു ലോജിക്കില്ലാതെ ബുദ്ധിയില്ലാതെ പ്രവർത്തിക്കുന്ന ആ കടകൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവിടെ വന്നിട്ടുള്ള പകുതി പേരും അവിടെ ടൈം സ്പെൻഡ് ചെയ്തേനെ. രണ്ടാമത് റിലീസാക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ ലാത്തി ഉപയോഗിച്ച് നമ്മൾ പറയേണ്ടി വന്നു ഇങ്ങനെയാണോ? അവർ പിന്നെ അവസാനം നിസ്സഹായാവസ്ഥയാണ്. അവർക്ക് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ള ബോധമില്ല. ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതൊരു സ്പെഷ്യൽ സ്കില്ലാണ്. അതെങ്ങനെ അത് ഇപ്പം എന്താ, ഒരു ക്രൗഡ് വരുമ്പോൾ തന്നെ പലരും പതറിപ്പോകും. അതെ, അല്ല ഇത് ഞാൻ പറഞ്ഞ കേട്ടോ, ഇത് അതിനുശേഷം ഒരു സമയത്താണ് കൊച്ചിയിൽ ഈ പറയുന്ന പോലെ മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏതോ കോളേജിൽ കുറേ പേര് ഓടിപ്പോയിട്ട് കുറച്ച് പേര് മരിച്ചൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. ക്രൗഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയ്ക്ക് റിസ്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഏതോ ഒരു സ്ഥലത്ത് ഒരു പരിപാടി കാണാൻ വേണ്ടി പോയിട്ട് ക്രൗഡ് പ്രശ്നമായി കുറേ ആൾക്കാർ മരിച്ചായിരുന്നല്ലോ. അല്ല, അത് കൊച്ചിയിലെ കോളേജിലെ എന്തോ സംഭവം തന്നെയാണ്. അവർ വീണു, അപ്പം ബാക്കിയുള്ളവർ അതിൻ്റെ പുറത്തൂടെ വീണു. ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളി പോയി കഴിഞ്ഞാൽ അപകടം സംഭവിക്കാവുന്ന. മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു സ്കില്ലാണ്. ആ സ്കില്ലൊക്കെ ഉള്ളവരാണ് മീൻസ് അതൊക്കെ ഒന്നെങ്കിൽ അവരിൽ ആ സ്കില്ല്, ഇപ്പൊ നമ്മൾ എല്ലാ സ്കില്ലും വെച്ച് അവർക്ക് ജോലിക്ക് കയറാൻ പറ്റത്തില്ല. പക്ഷേ ഉറപ്പായിട്ടും കയറിക്കൂടെ ഏട്ടാ? നമ്മുടെ ഡിസ്കഷൻ നമുക്ക് ആ സ്കില്ലില്ലാതെ കയറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലുള്ള കോഴ്സുകൾ കൊടുക്കുക. അതെ, കോഴ്സുകൾ അല്ല, ഇവിടെ എങ്ങനെ പേടിപ്പിക്കാം എന്നുള്ള രീതിയിലാണ്, അതിലാണ് ഏറ്റവും പേടിപ്പിക്കാമെന്നുള്ളത്. അത് സത്യം പറഞ്ഞാൽ അവരുടെ ഒരു എന്താ പറയാ, ഇപ്പം വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം ഞാൻ ആലോചിച്ചു. അതായത് ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. നമ്മൾ ഭയങ്കരമായിട്ട് ലൗഡായിട്ട് സംസാരിക്കും. കാരണം അത് ആ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ആ ഇമോഷനെ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ നമുക്ക് ഒരു പ്രതിരോധം തീർക്കുന്ന വെച്ചാൽ ദേഷ്യപ്പെടുക. അത് ആ ഒരു ഇമോഷണൽ ഇന്റലിജൻസിന്റെ കുറവാണ്. അത് മനസ്സിലാക്കി ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവം. അല്ലല്ല, ഈ പോലീസ് ഞാൻ പറയുന്ന കേട്ടാ, ഈ എന്താ പറയാ, ചില സമയത്ത് ചില ക്രൗഡുകളെ അങ്ങനെ ചെയ്യാനും പറ്റുള്ളൂ. ഇത് വേറെ കേസ്.
ചേട്ടാ ക്രൗഡുകൾ അങ്ങനെ അത് ഇപ്പം ക്രൗഡിൻ്റെ മാത്രമല്ല, അത് ഏത് രീതിയിലാണ് ഇപ്പം ആ ക്രൗഡിൻ്റെ ഇടയിൽ ഞാൻ ഇരിക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ ആടി ഉലയുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു തള്ളു കൊടുക്കുമ്പോൾ അതിൻ്റെ ഫോഴ്സിൽ ഇരട്ടിയിൽ ചേട്ടനൊന്ന് പെടണം. ചേട്ടൻ ഇത്തവണ 19-ാം തീയതി തൃശ്ശൂർ പൂരത്തിലോട്ട് വാ, അപ്പോൾ കാണിച്ചു തരാം. പെടണം, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ ലാത്തി ഉപയോഗിക്കുക, പേടിപ്പിച്ച് ഒരാളെ മാറ്റുക. ഒരാൾ മാത്രം ശ്രമിച്ചാൽ, ഒരാൾ ഇപ്പം അതിൻ്റെ അകത്തുള്ള ഞാൻ തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമല്ല അവിടെ അതിനെ റിലീസാക്കുക എന്നുള്ളത്. അപ്പം അതൊക്കെ സ്കില്ലാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഈ സ്കില്ലുകൾ ഇപ്പം IAS അല്ലെങ്കിൽ IPS ജോലികൾക്ക് എത്രമാത്രം ട്രെയിനിങ്, എത്ര രീതിയിലുള്ള ഇൻ്റർവ്യൂസ് കഴിഞ്ഞിട്ടാണ് അവരെ കയറ്റുന്നത്. അവരെ ഓരോരോ സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് അതിൻ്റെ ട്രെയിനിങ്ങും അവരുടെ റിയൽ സിറ്റുവേഷനും. ഇവിടെ ഫിറ്റായിരിക്കുക എന്നുള്ള സംഭവമുണ്ട്. ഓക്കെ, ഫിറ്റ് എന്നുള്ള രീതിയിൽ ഓടിക്കുക, ഗ്രൗണ്ടിൽ ഓടിക്കുക, ഫിസിക്കലി ഫിറ്റ് ആക്കുക എന്നുള്ളൊരു രീതിയിലുണ്ട്. ലോജിക്കലി എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ളത് സംഭവം ഉണ്ടോ എന്നുള്ളത് ഭയങ്കര ഡൗട്ട്ഫുള്ളാണ്. അതില്ല എന്നുള്ളതാണ് ഇപ്പം തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഒരു സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ പോലീസ് മാത്രമല്ല, എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എങ്ങനെ പെരുമാറണം. സർക്കാർ ജോലി എന്ന് പറയുന്നത് പലരും ഓക്കെ നമുക്ക് സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ജോലി എന്നുള്ളതിൽ ജോലി എന്ന് മാത്രമേ കരുതുന്നുള്ളൂ. അതിൽ ഓക്കെ ആൾക്കാർ ക്യൂ നിൽക്കുന്നത്. അതെ, ഒരു കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് സെറ്റായി. അതെ, അതിലുപരി ഒന്നും ചിന്തിക്കുന്നില്ല. ഇവിടെ പാർട്ടിക്കാർ മറ്റേ എങ്ങനെ സെറ്റിലാവാം എന്നതുള്ളത് മാത്രമാണ് ചിന്ത. ഇപ്പം ഇവിടെ മുഖ്യമന്ത്രിയുടെ PA ഒക്കെ 3 മാസമോ 6 മാസമോ ഒരു PA വെച്ചിട്ട് പിന്നെ അവരെ മാറ്റി അടുത്ത PA കൊണ്ടുവരുമല്ലോ. സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പം ഈ പറയുന്ന 3 മാസം കഴിഞ്ഞിട്ടുള്ള PAക്ക് ആയുഷ്കാലം അവന് പെൻഷൻ കിട്ടും. 6 മാസമോ അവന് നിന്നാൽ മതി, 1 വർഷമോ നിന്നാൽ മതി, അവന് പെൻഷൻ കിട്ടും. അങ്ങനത്തെ പല സ്കീമുകളും പിന്നെ കോപ്പി അടിക്കുക. അതുകൊണ്ടെന്താ ഇപ്പം കുറേ പേര് അർഹതപ്പെട്ടവരിപ്പം സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ സമരം ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അല്ല കുറെ ഡിസ്കസ് ചെയ്യാൻ വരും, ചെയ്യേണ്ട വേറെ ടോപ്പിക്കാണ് ഒരുപാട് തുടങ്ങിയതിന് ശേഷം. ഇപ്പൊ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ എനിക്ക് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു പക്ഷമാണ് നടന്നിട്ടുണ്ടാവുക. പുള്ളി വന്നപ്പോഴത്തേക്ക് ദൂരെ പോലീസ് നിൽക്കുന്ന കാണും. തന്റെ കയ്യിൽ ഒരു പക്ഷേ എന്തെങ്കിലും പേപ്പറോ വല്ലതും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് എന്താ പറയാ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഓടിച്ചങ്ങ് പോവാം. കാരണം ലോ ചെയ്ത് കഴിഞ്ഞാൽ അവർ പിടിച്ചു നിർത്തിയാലോ എന്നുള്ള രീതിയിൽ ഇവൻ സ്പീഡ് കൂട്ടിക്കാണും. അങ്ങനെ കൂട്ടി ആ ഒരു അശ്രദ്ധയ്ക്കിടയിൽ ഒരു പക്ഷേ റോഡിൽ ഇത് കണ്ടു കാണത്തില്ല. ചേട്ടാ, അശ്രദ്ധയ്ക്കെതിരെ അല്ല, അത് പിന്നെയും പറയണം. അശ്രദ്ധ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ രാത്രിയിൽ വാഹനം ഓടിക്കുന്നത് ഒരു പകുതി കാഴ്ചയിൽ മാത്രമാണ്. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഉറപ്പായിട്ടും കണ്ടു കാണാൻ വഴിയില്ല. പോലീസുണ്ട്, ഇത് കൃത്യമായിട്ടുള്ള എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് അറിയാത്ത കുറച്ച് പോലീസുകാരുടെ അനാസ്ഥയാണ്. ഓക്കേടാ, അപ്പം ഏതായാലും ഈ ഒരു ഇൻസിഡൻറ്റിനെ വെച്ച് ഇനി കയറ് മാറ്റുമായിരിക്കും. വേറൊരു ഇൻസിഡൻറ്റ് വരുമ്പോഴത്തേക്ക് അതും കൂടെ കറക്റ്റ് ചെയ്യും. ഇപ്പം ബൈ ചേട്ടാ.